ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഉണ്ടെങ്കിൽ ഞൊടിയിടയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്ത ശേഷം 2-3 വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്ത് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇത് നമുക്ക് വീണ്ടും നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞ് ഇതിൽ വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലത്തെ ഗ്രേറ്ററിലാണ് കേട്ടോ ഞാനത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പൊട്ടറ്റോ ആണ് കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചുള്ള അളവെടുത്താൽ മതിയാകും. നന്നായി കഴുകി പിഴിഞ്ഞെടുത്ത പൊട്ടറ്റോ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പൊട്ടറ്റോ ഇങ്ങനെ ചെയ്തെടുത്താൽ അതിൻ്റെ കളറൊന്നും മാറുകയില്ല. ഇതിലുള്ള ഓവർ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും പൊട്ടറ്റോയും സവാളയും ഒരുപോലെ എത്തിക്കോളും. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇത് മല്ലിയില അരിഞ്ഞതാണ് കേട്ടോ. മല്ലിയില കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ. മല്ലിയില കൂടുതലായി നല്ലൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ ഒരു ബൗൾ നിറയെ മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടികളുടെ ടേണാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അടുത്ത് മുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്ത് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. ഉപ്പ് പെട്ടെന്ന് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ബൈൻഡ് ചെയ്ത് കിട്ടുന്നതിനാവശ്യമായിട്ട് മാത്രം കടലമാവ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കടലമാവ് എടുക്കാം, അതല്ലെങ്കിൽ മൈദയായാലും മതി. ഞാൻ ഒരു 3 ഹീപ്പ് ചെയ്ത സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. സവാളയിൽ നിന്ന് പൊട്ടറ്റോ എന്നുള്ളൊക്കെ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് ബൈൻഡായിട്ട് കിട്ടിക്കോളുവേ. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ഷേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവം അത്ര മതി. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പണിയേ ഉള്ളൂ. അതുകൊണ്ട് എണ്ണ ചൂടാക്കി അതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വറുത്ത് കോരാം. ഞാൻ ഇതുപോലെ വട്ടത്തിലാണ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതിയേ. സവാളയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇത്. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല കട്ടൻ ചായയും ഈ ഒരു സ്നാക്കും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്